ഇപ്പോൾ ശ്രീ പ്രഭാകരൻ പാണ്ഡ്യയോട്, അദ്ദേഹം പാലക്കാട്ട് നിന്നുള്ള ഒരു കർഷകനാണ്. ശ്രീ പ്രഭാകരൻ, പാലക്കാട്ടായാലും കുട്ടനാട്ടിലായാലും നെൽകർഷകർ എന്നും എപ്പോഴും നേരിടുന്ന ഒരേ തരം പ്രതിസന്ധിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ 90% വിളവെടുപ്പ് പൂർത്തിയാവാറായ ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടെ കർഷകർ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഇത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് എടുത്തത് മുതൽ, അതായത് 2005 മുതലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേരളത്തിൽ നെല്ല് സംഭരണത്തിലേക്ക് ഒരു ഓർഡർ ഏജൻസിയായിട്ട് വന്നത്. അന്ന് മുതൽ കേരളത്തിലെ നെല്ല് സംഭരണത്തിന് വേണ്ടി ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്. ഒരു ടൈം ടേബിൾ ഇറക്കിയിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം ഒന്നാം വിള ഇറക്കുന്നത് ഏപ്രിലിന് ശേഷം 15-ന് ശേഷമാണ് എന്നും നെല്ല് സംഭരണം സെപ്റ്റംബർ 1 മുതലാണെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്നും ഇന്നും ഇത് ഫോർമുല അവരുടെ ആ സിസ്റ്റം തെറ്റിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ നെല്ലെടുക്കണം എന്ന് പറഞ്ഞ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇറക്കിയ അതിനെ മാറ്റിക്കൊണ്ട് നവംബറിലാണ് നെല്ല് സംഭരണം. എന്നാൽ സെപ്റ്റംബർ 1-ാം തീയതി മുതലാണ് ഇവിടെ കൊയ്ത്ത് ആരംഭിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 3 ഘട്ടമായിട്ടാണ്. ഒന്ന് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം, പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ സെപ്റ്റംബർ 1-ന് കൊയ്ത്ത് തുടങ്ങും. പിന്നെ ഒറ്റപ്പാലം, പിന്നെ ലാസ്റ്റാണ് പാലക്കാട് കിഴക്കൻ മേഖലയിലേക്ക് വരുന്നത്. ഈ സെപ്റ്റംബർ 1-ന് കൊയ്ത്ത് തുടങ്ങിയ കർഷകൻ അവന്റെ നെല്ല് 3 മാസത്തോളം സൂക്ഷിച്ചു വെക്കേണ്ടി വരുന്നു. അത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല, ഈ കൊയ്ത്ത് നെല്ല് വിറ്റാൽ മാത്രമേ രണ്ടാം വിളയ്ക്കുള്ള ചെലവിന് പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ഈ ഗവൺമെന്റും ഇതെല്ലാം ഗവൺമെന്റിന് അറിയാം. കാരണം ഗവൺമെന്റ് അടിച്ചിറക്കിയ ഇതിലാണ്. അത് തെറ്റിച്ചിരിക്കുകയാണ്. അത് തെറ്റിക്കാൻ കാരണം ഈ മില്ലുകാർക്ക് വേണ്ടി കർഷകനെ ചൂഷണം ചെയ്തിട്ട് നെല്ലെടുക്കാൻ വേണ്ടി മില്ലുകാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യലാണ്. അതാണ് അന്നും ഇന്നും 2005 മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെന്റ് ആ 2000 സിവിൽ സപ്ലൈസിന്റെ കലണ്ടർ പ്രകാരം നെല്ലെടുക്കുന്നില്ല? 3 മാസം വൈകിട്ടാണ് നെല്ലെടുക്കുന്നത്. അതിന് ഉത്തരം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പറയണം. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇവിടെ ചെറുകിട കർഷകരാണ്. നമുക്കറിയാം, 1 ഹെക്ടറിന് 2 ഹെക്ടറിന് താഴെയുള്ളവരാണ് 70% കേരളത്തിലെ കർഷകർ. 2 ഹെക്ടറിന് താഴെ. ഈ 2 ഹെക്ടറിന് താഴെയുള്ള കർഷകന്റെ വരുമാനം ഏകദേശം 15,000 രൂപയാണ് ഒരു മാസം. ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ നെല്ല് സംഭരണം കൃത്യമായി തുടങ്ങുന്നില്ല. സെപ്റ്റംബറിൽ തുടങ്ങണമെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ മില്ലുകാർ വേണ്ടി സംസാരിക്കണം. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവിടുത്തെ MLA-മാര്, ഭരണകക്ഷി പ്രതിപക്ഷ MLA-മാർക്ക് അറിയാം. കാർഷിക ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് എല്ലാവരും. എന്തുകൊണ്ട് ഇവര് ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുന്നില്ല? ഈ മില്ലുകാരുമായി ചർച്ച ചെയ്യാൻ. മില്ലുകാർ പറയുന്നതും അങ്ങനെയാണ്. ഞങ്ങൾ നവംബറിലാണ് ഞങ്ങള് നെല്ല് സംഭരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഞങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഗവൺമെന്റ് അവര് അംഗീകരിക്കുന്നില്ല. നമുക്കറിയാം, ഓരോ സമയത്തും നെല്ല് എടുക്കുന്ന സമയത്ത് മില്ലുകാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഗവൺമെന്റിന്റെ മുമ്പിൽ പറയും. അതെന്തിനാണ് താമസിപ്പിക്കുന്നത്? കർഷകരിൽ നിന്ന് ചുരുങ്ങിയ വിലക്ക് നെല്ലെടുക്കാനാണ്. 17 ഉറുപ്പിക്ക് നെല്ലെടുത്തു കഴിഞ്ഞാൽ ഒരു ഏക്കറിന് 14,000 രൂപ നഷ്ടമാണ് കർഷകന് വരുന്നത്. പൊതുവെ കൃഷി നഷ്ടമാണ്. ഈ 14,000 രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ അവന്റെ ഗതി എന്താവും? ഇത് ആലോചിക്കണ്ടേ ഗവൺമെന്റ്? ഒന്നാം വിള കൊയ്ത്ത് കാലത്ത് ചർച്ച തുടങ്ങാറാണ് സാധാരണ പതിവ്. ഇത് ഒന്നാം വിള കൊയ്ത്ത് ഏതാണ്ട് പകുതി മുക്കാലും കഴിഞ്ഞിട്ടും ചർച്ചകളുടെ ഘട്ടമായിട്ടേ ഉള്ളൂ. ഇതൊരു പക്ഷേ ഈ കൃഷി തുടങ്ങുന്ന സമയത്ത് ഒരു മെയിൽ തന്നെ ഒരു ചർച്ചയൊക്കെ നടത്തിയ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അതെ, തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കലണ്ടർ പ്രകാരം അവര് ഇറക്കിയ പ്രകാരം സെപ്റ്റംബർ 1 മുതൽ നെല്ല് സംഭരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? കലണ്ടർ നോക്കിയാൽ അറിയാം. എന്തുകൊണ്ട് ഇവർ ആഗസ്റ്റ് മാസത്തില് മില്ലുകാരുമായി സംസാരിക്കുന്നില്ല? അപ്പൊ ഇതിന്റെ പിന്നിൽ ഭരിക്കുന്ന ഗവൺമെന്റും മില്ലുകാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്.
ശരി, വളരെ നന്ദി ശ്രീ പാണ്ഡ്യയോട് പ്രഭാകരൻ. ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് മുക്തമാവണമെങ്കിൽ കൃത്യമായി സർക്കാർ ഇടപെട്ടേ മതിയാവും. ഓരോ തവണയും ഈ മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാവപ്പെട്ട കർഷകർ അവരുടെ നെല്ല് കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കുന്ന സാഹചര്യം ഒഴിവാക്കിയേ മതിയാവും. അതിൽ യാതൊരു സംശയവുമില്ല. അത്രയേറെ നഷ്ടം സഹിച്ചാണ് സംസ്ഥാനത്തെ നെൽകർഷകർ ഇപ്പോഴും അവരുടെ ശീലം കൊണ്ട്, അവരുടെ സ്ഥിരമായി പിന്തുടർന്ന് വന്നിരുന്ന അവരുടെ ശീലം കൊണ്ട്, അവരുടെ ഒരു വികാരം കൂടിയുണ്ട് അതിൽ, അതൊക്കെ കൊണ്ട് അവരിപ്പോഴും നെൽകൃഷി ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ നഷ്ടം വലിയ രീതിയിൽ സഹിക്കേണ്ടി വരുന്നു. അവർ ജീവിതത്തിൽ വലിയൊരു അധ്വാനം നടത്തി ഉണ്ടാക്കിയ സാധനം വഴിയരികിൽ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ പറമ്പിൽ നശിച്ചു പോകുന്നത് കാണേണ്ട ഒരു ഗതികേട് അവർക്കുണ്ടാക്കുന്നത് ഖേദകരമാണ് എന്ന് പറയാതെ വഴിയില്ല. നാളെ എന്തായാലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് കുട്ടനാട് MLA തോമസ് കെ തോമസ് പറഞ്ഞത്. പക്ഷേ ചർച്ചകൾ ഇങ്ങനെ വൈകിക്കുന്നത് എന്തിന്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം.